ചൈതന്യ യൂട്യൂബിലൂടെ ാണ് വന്നത്, ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ത്രൂ ആണ്. അപ്പം ഇപ്പം ഈ സമയത്ത് യൂട്യൂബേഴ്സൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഓൺലൈൻ ആപ്പുകൾ അമിതമായിട്ട് പ്രൊമോട്ട് ചെയ്യണു, അൺലീഗലൈസ്ഡ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നുള്ളത്. അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ കമ്പനീസ് സമീപിച്ചിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ മുന്നേയും പറഞ്ഞിട്ടില്ല, എനിക്കതിന് ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് പറയാൻ പറ്റും. ഞാൻ ഇതുവരെ അങ്ങനെ ബെറ്റിംഗ് ആപ്സോ അല്ലാത്തൊരു ഫ്രോഡായിട്ടുള്ള സംഭവങ്ങളോ അങ്ങനെയുള്ള ഒന്നും ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടില്ല. ചൈതന്യം പ്രൊമോട്ട് ചെയ്യുന്ന ഒരേ ഒരു പ്രൊഡക്റ്റ് ഉള്ളൂ, ഒരു റൊണാൾഡോ ചിത്രം. അതെ, അതിപ്പോ അല്ല, അത് സത്യം പറഞ്ഞാൽ വലിയ കാര്യം കേട്ടോ. ഈ ഇങ്ങനെ ബെറ്റിംഗ് ആപ്പ് കഴിഞ്ഞ തവണ ഒരു എൻക്വയറി ഇങ്ങനെ വന്നപ്പോ ഞാനിങ്ങനെ ആ ബെറ്റിംഗ് ആപ്പിനെ പറ്റി നോക്കുമ്പോ സൽമാൻ ഖാനൊക്കെ വരെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് ഒരു പോയിന്റ് നമുക്ക് ചിന്തിച്ചാൽ പിന്നെ നമ്മള് മൈൻഡിൽ നിന്ന് മാറ്റി. പക്ഷെ ഞാൻ ആലോചിക്കുന്ന ചൈതന്യെ പോലുള്ള ഒരാളത്ത് എത്ര വരുന്നുണ്ടായിരിക്കും അല്ലേ? കുറെ വരുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഭയങ്കര എന്താ പറയാ, ഒരു ആപ്പിൽ ഒരു ആരെങ്കിലും പ്രൊമോഷന് വേണ്ടിയിട്ട് സമീപിക്കുമ്പോൾ എങ്ങനെ ഇത് പിക്ക് ചെയ്യാന്നുള്ള തീരുമാനത്തിലേക്ക് തന്നെ കുറെ റിസർച്ച് ചെയ്യും അവരെ പറ്റിയിട്ട്? എനിക്കൊരു ടീമുണ്ട്, അവരാണ് പ്രൊമോഷൻസ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അവർ സോർട്ട് ചെയ്തിട്ടായിരിക്കും എൻ്റെ അടുത്തോട്ട് വരുന്നത്. അതിൽ എനിക്ക് നല്ലതെന്ന് തോന്നുന്നത് മാത്രമേ, ഞാൻ അങ്ങനെ ഒരുപാട് പ്രൊമോഷൻസ് ഒന്നും ചെയ്യാറില്ല, നല്ലത് മാത്രം നോക്കിയിട്ട് ചെയ്യാറുള്ളൂ. നല്ലതാണ്. പിന്നെ എത്ര പേയ്മെന്റ് തന്നാലും ചെയ്യില്ല എന്നുള്ളൊരു തീരുമാനത്തിലാണ്. അതെ അതെ അതെ. ഈ ബെറ്റിംഗ് ആപ്സ് ഒക്കെ എന്ന് പറയുന്നത് ഇപ്പം നമ്മളെ വിശ്വസിച്ച് അതിനകത്ത് ഒരാളിങ്ങനെ എന്താ പറയുക, ഞാൻ കേട്ടിട്ടുണ്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് സൂയിസൈഡ് ഒക്കെ ചെയ്യേണ്ടി വന്നത്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഇതല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും, എനിക്ക് പേടിയൊക്കെ ഉള്ള കൂട്ടത്തില്ല ഞാൻ. കാരണം ആർക്കും ഒരു ദ്രോഹമൊന്നും വരാൻ പാടില്ല. അങ്ങനെ തന്നെ ആവട്ടെ. നമുക്കൊരു പാട്ട് കേൾക്കാം. ഓ ഇട്ടോളൂ ചേട്ടൻ പാടും. അല്ല, ഞാൻ സീരിയസ് ആയിട്ട് ഒരു ടീമൊക്കെ ഉണ്ടല്ലേ, ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടാണല്ലേ? അപ്പൊ തുടക്കത്തിലൊന്നും ഉണ്ടായിരുന്നില്ല, പിന്നെ കുറെ കഴിഞ്ഞപ്പോ ഏജൻസി ഒക്കെ പാട്ട് പാടി അവസാനിപ്പിക്കാം. പാട്ട് പാടി അവസാനിപ്പിക്കാം. ഓക്കെ. അയ്യോ പാട്ടല്ലേ, ഞാൻ ഏതാ പാടണ്ടേ? ഇഷ്ടമുള്ള പാട്ട് നമ്മുടെ പടത്തിലെ പാട്ട് നമ്മുടെ പടത്തിലെ പാട്ട് പാടാല്ലേ? നല്ലതായിട്ട് പാടും. ഇത് പാട്ട് കേട്ടിട്ട് വേണം അടുത്ത പടത്തിൽ പാടി അഭിനയിക്കണോ എന്നുള്ള അല്ലേ? അല്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പാടുന്നുണ്ട് ഇപ്പൊ. പ്രൊമോഷന് പോകുമ്പോ നമ്മുടെ പടത്തിലെ പാട്ട് തന്നെ പാടാറ്. ദാസേട്ടനെയും MG ചേട്ടനെയൊക്കെ മാറ്റി വെച്ചു. ഫുൾ നമ്മുടെ 2 പാട്ടിൽ മാറി മാറി ഞാൻ പാടും. ഇപ്പോൾ ഇത് ഇവരുടെ ഒരു പാട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ട്. ആക്ച്വലി ഇവർ രണ്ടുപേരും അഭിനയിച്ചിരിക്കുന്ന സോങ് ഉണ്ട്, നല്ല രസമുള്ള കാർത്തികേട്ടൻ പാടിയ സോങ്ങാണ്. നാം ഒരു നാളുയരും രാത്താരങ്ങൾ പോലെ സാദരമായണയും പൊന്മേഘങ്ങൾ നമ്മൾ, ചിരിയോർമ്മ ചില്ലതൻ ചിറ അന്ന് ആയം തൊട്ട് പാടാം. നാം ഒരു നാൾ ഉയരും രാത്താരങ്ങൾ പോലെ സാദരമായി അണയും പൊന്മേഘങ്ങൾ. ഇതിങ്ങനെയൊന്നും അല്ലടാ. ഒരു നാൾ ഉയരും രാത്താരങ്ങൾ പോലെ സാദരമായി അണയും പൊന്മേഘങ്ങൾ നമ്മിലാണ്, നമ്മളല്ല. ചിരിയോർമ്മ ചില്ലതൻ ചിറകേകും തളിരേകും ചിറകിലായി ഉയരാമീ വാൻ. ഏട്ടാ നിന്റെ ഇതുണ്ടാവും. ഫോൺ തന്നാ മതി ചേട്ടാ, ഈ ഫോൺ അവിടെ പോയിടുക്കണം. ഒരു പാട്ട് പാടാനേ ഞാൻ പറഞ്ഞു. ഒരു പാട്ട് പറഞ്ഞാൽ എന്റെ ടാസ്ക് മനസ്സിലായോ? ശരിക്കും ഞങ്ങള് മറ്റേ മോശനൊക്കെ പോകുമ്പോ പിന്നെ അവിടെ തെറ്റിയാലും കുഴപ്പമില്ല, ഇവിടെ ഇപ്പൊ ഞാനിരിക്കല്ലേ തൊട്ടടുത്ത്. ആക്ച്വലി നീ ഉണ്ടല്ലോ പാട്ട് ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതിപ്പോ ഇൻസ്റ്റയില് കുറേ പാട്ടുകൾ. ഞാൻ കഴിഞ്ഞ ദിവസം ജൂഡേട്ടന് മെസ്സേജ്, ജൂഡേട്ടാ ചാൻസ്, പുള്ളിയുടെ അടുത്ത സിനിമ നീ നന്നായിട്ട് പാടുന്നുണ്ട്, നീ അതിലൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു, അല്ല ഞാൻ പാടാം, നിങ്ങളുടെ പടത്തിൽ ഞാൻ പാടുകയും ചെയ്യാം. അല്ലേ പാട്ട് അടിപൊളിയായിട്ട്. അനന്യ ചേച്ചി നന്നായിട്ട് ഈ ഇടയ്ക്ക് 1-2 കവർ സോങ്സ് ഒക്കെ വന്നിരുന്നു, നല്ല രസം. ഓക്കെ, പാടത്തെ ഒന്നുകൂടി നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ടല്ലേ ഇത്ര. ഓക്കെ, അല്ല നമ്മളൊന്നും കട്ട് ചെയ്യുന്നില്ല, എല്ലാം ഇടുക. ഇതെല്ലാം ഇടുക. എന്റെ പാട്ടും കട്ട് ചെയ്യുക അവസാനം. ഇല്ലില്ല, പാടി നോക്കി വെള്ളി വീണ കട്ട് ചെയ്യും. നാം ഒരു നാളുയരും
രാത്താരങ്ങൾ പോലെ സാദരമായി അണയും പൊന്മേഘങ്ങൾ നമ്മിൽ ചിരിയോർമ്മ ചില്ലതൻ തളിരേകും ചിറകില ഉയരാമിവാനിൽ നാം ഒരു നാൾ ഉയരും രാത്താരങ്ങൾ പോലെ ഓ സാദരമായി അണയും പൊന്മേഘങ്ങൾ നമ്മിൽ. അടിപൊളി അടിപൊളി. അപ്പം നമുക്ക് ഒന്നുകൂടെ പറയാല്ലേ, പാട്ടിൽ ഒന്നുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്തുകൂടെ എന്ന്? പാട്ടിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് മ്യൂസിക് ഡയറക്ടേഴ്സ് കേൾക്കുകയാണെങ്കിൽ വിളിക്കും. അതെ, ഒന്നുകൂടെ മ്യൂസിക് ഡയറക്ടേഴ്സ് കേൾക്കുകയാണെങ്കിൽ കോണ്ടാക്റ്റിലൊന്നും എന്റെ നമ്പർ അതിന് പ്രത്യേക പൈസ തരണം. അതൊക്കെ തരാം, 5-10 തരാം. ശരി, ആയിക്കോട്ടെ. ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഡീലുണ്ട്. അപ്പൊ അനന്യ ചേച്ചി നന്നായിട്ട് പാടി, ഇടയ്ക്ക് കുറച്ച് കവർ സോങ്സ് ഒക്കെ കണ്ടു. ചേച്ചിയുടെ എപ്പോഴും ഡിസ്കസ് ചെയ്തോ അഭിനയത്തിലേക്ക് കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്തുകൂടെ എന്ന് ചേച്ചിയോട് ചോദിച്ചിട്ടുണ്ടോ? ചേച്ചിയോട് ഞാൻ പറയണം ചേച്ചി കോൺസെൻട്രേറ്റ് ചെയ്യാൻ. കുറച്ചും കൂടെ പഴയ പോലത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ. അങ്ങനെ ഞാനിപ്പോ ആരാ പറയാൻ, നമ്മള് അനിയനല്ലേ? അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. കുറച്ച് നല്ല പടങ്ങൾ മാത്രമേ ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പൊ നല്ല പടങ്ങൾ വരുന്ന ഒരു 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 ചെറിയ കുറവുള്ളത് കൊണ്ട് ചേച്ചി വെയിറ്റ് ചെയ്യുന്നു നല്ല പടങ്ങൾക്ക് വേണ്ടി, അത്രേ ഉള്ളൂ. അല്ലാതെ ചെയ്യാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടൊന്നുമല്ല. നല്ല ഡയറക്ടേഴ്സ് പഴയ പോലെ നല്ല നല്ല കഥകൾ ചേച്ചിയിലേക്ക് എത്താത്തതിന്റെ ആയിരിക്കാം ചേച്ചി സിനിമകൾ ചെയ്യുന്നത് കുറവ്. ഒരിക്കലും വേറൊന്നും കൊണ്ടില്ല. ഇപ്പൊ സമുദ്രകന്നി സാറിന്റെ ഒരു പടം ഉണ്ടായിരുന്നു തമിഴിൽ, അത് നല്ലൊരു പടമായിരുന്നു. അപ്പൻ വന്നപ്പോ നല്ലതായിരുന്നു. പക്ഷെ 1.5 വർഷമായി. അജിച്ചേട്ടൻ്റെ ഒരു പടം ചെയ്തിരുന്നു. പക്ഷെ നല്ല കുറച്ച് നല്ല നല്ല പടങ്ങൾ ഗ്യാപ്പ് വന്നതിന്റെ ആയിരിക്കാം. അപ്പൊ നല്ല പടങ്ങൾ വരട്ടെ. നല്ലൊരു ആക്ട്രസ് ആണല്ലോ. എന്റെ ചേച്ചി ആയതുകൊണ്ട് പറയണല്ല, പലരും കേട്ട് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള നല്ലൊരു ആക്ട്രസ് ആണെന്ന്. അപ്പം വളരെ സീരിയസ് ആയി പോയി ഞാൻ. ഇല്ല. അപ്പം സിനിമ നല്ല രീതിയിൽ വിജയിക്കട്ടെ. നമുക്ക് മലയാള സിനിമയിൽ പൊതുവെ സിനിമയ്ക്കുള്ളിലെ സിനിമകൾ ചെയ്യുന്ന കഥ പറയുന്ന സിനിമകൾ വിജയിച്ചാണ് ചരിത്രം. അപ്പം ഇതും അതുപോലെ ചരിത്രമാവട്ടെ. താങ്ക് യു സോ മച്ച്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.